കഴിഞ്ഞ ദിവസങ്ങളിൽ ടൂറിസ്റ്റ് ഫാമിലി എന്നൊരു സിനിമ കാണാനിടയായി. ഈ സിനിമയിലെ 2 കഥാപാത്രങ്ങൾ എന്നെ വല്ലാതെ സ്പർശിച്ചു. ഒന്നാമതായിട്ട് ആ കഥയിലെ കഥാനായകനാണ്. രണ്ടാമതായിട്ട് എല്ലാ ദിവസവും മദ്യപിച്ച് വരുന്ന ഒരു യുവാവ്. ഈ യുവാവിൻ്റെ പ്രശ്നങ്ങൾ തീർക്കുക എന്നതാണ് ആ നാട്ടുകാരുടെ ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ ഇവിടെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ഈ കഥാനായകൻ്റെ ഈ യുവാവിനോടുള്ള ഇടപെടലാണ്. നിന്നെ കേൾക്കുവാൻ ഞാനുണ്ടെന്നും നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഞാനുണ്ടെന്നും പറയുന്ന ഒരു കഥാനായകൻ. ചുരുക്കം പറഞ്ഞാൽ തിന്മയെ നന്മ കൊണ്ട് വിജയിക്കുന്ന ഒരു കഥാനായകൻ, ഒരു ഹെവൻലി മൊമെൻറ്റ്. അതെ, തിന്മയെ തിന്മ കൊണ്ടല്ല, മറിച്ച് നന്മ കൊണ്ടാണ് നേരിടേണ്ടത്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളെല്ലാവരും ജീവിക്കുന്ന ഇടങ്ങൾ ഒന്ന് സ്വർഗമാക്കിയാലോ? ആർക്കും സ്വന്തമാകാതെ എല്ലാവർക്കും എല്ലാമായി ജീവിക്കുന്ന ഒരു ജീവിതം. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മുടെ മുമ്പിൽ വരച്ചു വയ്ക്കുന്നത് ഭൂമിയിൽ സ്വർഗം നിർമ്മിക്കാനുള്ള ഒരു പ്ലാനാണ്. ചുരുക്കം പറഞ്ഞാൽ തിന്മയെ നന്മ കൊണ്ട് നേരിടാനായിട്ടുള്ള കുറച്ച് ടിപ്സ്. ഒരിക്കൽ കുന്നേക്കാടൻ അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഇന്നും മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. നന്മയെ നന്മ കൊണ്ട് നേരിടുന്നവനാണ് മനുഷ്യൻ, തിന്മയെ തിന്മ കൊണ്ട് നേരിടുന്നവനും മനുഷ്യൻ തന്നെ. എന്നാൽ തിന്മയെ നന്മ കൊണ്ട് നേരിടുന്നവനാണ് വിശുദ്ധൻ. അവൻ്റെ ജീവിതമാണ് സുവിശേഷം. സത്യം പറഞ്ഞാൽ ഈശോയെപ്പോലെ ഈ ലോകത്ത് ഡിഫറൻ്റ് ആയിട്ട് നമുക്കൊന്ന് ജീവിക്കാൻ സാധിക്കും. ഈശോ ജീവിച്ചത് താൻ പറഞ്ഞ വാക്കുകളേക്കാൾ അധികമായിട്ട് തൻ്റെ ജീവിതത്തിലെ പ്രവൃത്തികളിലൂടെയാണ്. ഈശോയുടെ വ്യത്യസ്തമായ ജീവിത വിവരണമാണ് സുവിശേഷം എന്നത്. ലോകം മുഴുവനും അവരുടെ മുൻപിൽ വന്ന പാപിനിയായ സ്ത്രീയെ വിധിച്ച് കല്ലെറിയാൻ ആരംഭിച്ചപ്പോഴും ഈശോ അവളെ വിധിക്കാതെ അവളുടെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് അവളെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. ഒരു സമൂഹം മുഴുവനും അവൻ കള്ളനാണെന്നും കൊള്ളപ്പലിശക്കാരനാണെന്നും മുദ്ര കുത്തിയിട്ടും യേശു ചെന്ന് കയറിയത് ഇതേ സക്കേവൂസിൻ്റെ വിരുന്നിലേക്കാണ്. തിന്മയെ നന്മ കൊണ്ട് നേരിട്ടപ്പോൾ കൊള്ളപ്പലിശക്കാരനായ സക്കേവൂസ് ആ നാട്ടിലെ തന്നെ കാരുണ്യ പ്രവർത്തകനായിട്ട് മാറി. അതെ, മറ്റുള്ളവരെ അനുകമ്പയോടും കരുണയോടും കൂടെ കാണുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ മറ്റുള്ളവരെ കരുണയോടെ കണ്ടവരാണ് ഓരോ വിശുദ്ധരും. ആർക്കും വേണ്ടാത്തവരെ എനിക്ക് വേണമെന്ന് വാശി പിടിച്ച മദർ തെരേസയും, ഭ്രാന്തനെ പോലെ ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകം മുഴുവനും ജീവിച്ച് കാണിച്ച 2ാം ക്രിസ്തു എന്നറിയപ്പെടുന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസും മറ്റുള്ളവരെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പോലെ വ്യത്യസ്തരായിട്ട് നോക്കിക്കണ്ടവരാണ്. അതേ ക്രിസ്തുവിനെ അനുകരിച്ച വിശുദ്ധർക്കും ക്രിസ്തുവിനെ പോലെ വ്യത്യസ്തമായ ലോകത്തിൽ ജീവിക്കാമെങ്കിൽ എനിക്കും നിങ്ങൾക്കും എന്തുകൊണ്ട് ആ ക്രിസ്തുവിനെ പോലെ വ്യത്യസ്തമായിട്ട് ജീവിച്ചുകൂടാ? സുവിശേഷത്തിൽ പറയുന്നത് പോലെ ശത്രുക്കളെ സ്നേഹിച്ചുകൊണ്ടും ഒരു ചികിടത്തടിക്കുന്നവന് മറ്റേ ചികിട് കൂടി കാണിച്ചു കൊടുത്തും 1 മൈൽ ദൂരം നടക്കുന്നവൻ്റെ കൂടെ മറ്റൊരു മൈൽ കൂടി നടക്കാനും നമുക്ക് സാധിക്കണം. ഇങ്ങനെ ജീവിച്ചാൽ നമ്മളും ക്രിസ്തുവിനെ പോലെ സമൂഹത്തിൽ ഡിഫറൻ്റ് ആവും. ഈ സമൂഹത്തിലെ മറ്റൊരു സുവിശേഷമായി എൻ്റെ ജീവിതവും രേഖപ്പെടുത്തും. അതെ, നന്മയെ നന്മ കൊണ്ട് ജീവിക്കുന്നവനാണ് മനുഷ്യൻ, തിന്മയെ തിന്മ കൊണ്ട് നേരിടുന്നവനാണ് മനുഷ്യൻ. എന്നാൽ തിന്മയെ നന്മ കൊണ്ട് നേരിടുന്നവനാണ് വിശുദ്ധൻ. നമുക്കും പരിശ്രമിക്കാം തിന്മയെ നന്മ കൊണ്ട് നേരിടാനും മറ്റുള്ളവരെ ക്രിസ്തുവിനെ പോലെ വ്യത്യസ്തമായിട്ടും അനുകമ്പയോടും കൂടെ നോക്കുവാനും. ആർക്കും സ്വന്തമാകാതെ എല്ലാവർക്കും എല്ലാമായിട്ട് നമുക്കും ജീവിക്കാം. ആമേൻ.